എറണാകുളം തോപ്പുംപടി പാലത്തിന് സമീപമുള്ള പറമ്പിൽ തീപിടുത്തം. തീയണയ്ക്കാൻ ഫയർഫോഴ്സ് സംഘമെത്തി. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി. വിഷ്ണു, ഉച്ചയ്ക്കുണ്ടായ തീപിടുത്തം, അത് അണയ്ക്കാനുള്ള ശ്രമങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത്? കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തുകയാണോ? അനുജ, നിലവിൽ തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ വലിയ പുകപടലങ്ങൾ ഈ പ്രദേശത്തുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ 2 യൂണിറ്റ് ഫയർഫോഴ്സ് ഈ റോഡിന് സമീപമുള്ള പറമ്പിലേക്ക് എത്തി നിലവിൽ തീ അണയ്ക്കാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. ആദ്യഘട്ടം അത് ഏതാണ്ട് പൂർത്തിയായിരിക്കുന്നു. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പ്രദേശങ്ങളിൽ പലയിടങ്ങളിലും തീ കെടുത്തിയിട്ടുണ്ട്. നിലവിൽ മറ്റിടങ്ങളിലേക്ക് പടർന്ന തീ കെടുത്താനുള്ള ശ്രമം ആരംഭിക്കുകയാണ് കൂടുതൽ ഫയർഫോഴ്സ്. ഇപ്പോൾ നിലവിൽ ഇവിടെ 2 യൂണിറ്റ് ഉണ്ട്. ഇതിനകത്ത് 2 യൂണിറ്റുകളുണ്ട്. മറ്റ് വശങ്ങളിലും 2 യൂണിറ്റുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. അങ്ങനെ വലിയ രീതിയിലുള്ള ശ്രമം ഫയർഫോഴ്സിന്റെ ഭാഗത്ത് നടക്കുന്നു. 1 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. ആദ്യം ചെറിയ രീതിയിലാണ് കത്തി തുടങ്ങിയെങ്കിൽ പിന്നീട് നിയന്ത്രണത്തിന് വിധേയമായി അങ്ങ് കത്തി പടരുകയായിരുന്നു. പ്രത്യേകിച്ച് ഈ കായലിന് സമീപമുള്ള സ്ഥലമായി തന്നെ ശക്തമായ കാറ്റുണ്ട്. ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം എത്രയോ ഏക്കർ സ്ഥലം ഇന്ന് ഉണ്ടായ ഈ തീപിടുത്തത്തിൽ കത്തി നശിച്ചിട്ടുണ്ട് എന്നുള്ളത്. അത് എന്തായാലും നിലവിൽ നിയന്ത്രണ വിധേയം, ജനവാസ മേഖലയല്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. പക്ഷേ ഇതിന് തൊട്ടപ്പുറത്ത് പലയിടങ്ങളിലും ഫാക്ടറി ഉൾപ്പെടെ നേവിയുടെ ആസ്ഥാനം ഉൾപ്പെടെ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ ഇങ്ങനെ ഒരു തീപിടുത്തം ഉണ്ടായത് ഒരല്പം ആശങ്ക ഉണ്ടാക്കിയെങ്കിലും അതിൽ കൃത്യമായി ഇടപെടാൻ ഫയർഫോഴ്സിന് സാധിച്ചു. ഇനി പുല്ലിലാണ് തീപിടിച്ചത്. അതുകൊണ്ട് തന്നെ കെടുത്തുക, കുറച്ച് പൂർണ്ണമായും കെടുത്തുക എന്നുള്ളത് ഒരുപാട് സമയം വേണ്ട പ്രക്രിയയാണ്. ആ നടപടിയിലേക്ക് കടക്കുകയാണ് ഫയർഫോഴ്സ്. തോപ്പുംപടി പാലത്തിന് സമീപമുള്ള പറമ്പിലാണ് തീപിടുത്തമുണ്ടായത്. തീ അണയ്ക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. പുല്ല് നിറഞ്ഞു കിടക്കുന്ന സ്ഥലമായതിനാൽ തീ അണയ്ക്കുന്നതിന് ഒരൽപ്പം സമയമെടുക്കും എന്നുള്ളതാണ് വിഷ്ണു സുരേഷ് നൽകിയ വിവരം.